ഹലോ മക്കളെ, അപ്പൊ നമ്മൾ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ഒരു റീജിയണൽ കൾച്ചേഴ്സ് അല്ലെ പലതരത്തിലുള്ള ആർട്ട് ഫോമിലുള്ള ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ലാംഗ്വേജിലുള്ള ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് വന്നു അല്ലെ. കഥക്കിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ മിനിയേച്ചർ പെയിന്റിങ്ങിനെ പറ്റി പറഞ്ഞു, മലയാളം ഭാഷയെ പറ്റി പറഞ്ഞു, റിലീജിയനുമായിട്ടുള്ള കണക്ഷൻസ് പറഞ്ഞു അല്ലെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് എ ക്ലോസർ ലുക്ക് ബംഗാൾ, the growth of a regional language. Okay, ഒരു റീജിയണൽ ലാംഗ്വേജിന്റെ ഗ്രോത്ത്, ബംഗാളിന്റെ ഒരു ക്ലോസർ ലുക്ക്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. As we saw at the outset, we often tend to identify regions in terms of the language spoken by the people. അല്ലെ, നമ്മൾ പറഞ്ഞു അല്ലെ, അവിടുത്തെ ആൾക്കാര് ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. മലയാളം സംസാരിക്കുമ്പം മലയാളി, തമിഴ് സംസാരിക്കുമ്പോൾ തമിഴന്മാർ അല്ലെ. അപ്പൊ ആ രീതിയില് so we assume that people in Bengal always spoke Bengali. അപ്പൊ നമ്മൾ ബംഗാളി എന്ന് പറയുമ്പോൾ ബംഗാളി ഭാഷ എന്ന് പറയുന്നത് എന്താണ്, ബംഗാൾ ഉള്ള ആൾക്കാര് ബംഗാളിയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. However, what is interesting is that while Bengali is now recognized as a language derived from Sanskrit, അപ്പം ഈ ബംഗാളി എന്ന് പറയുന്ന ഭാഷ ഏത് ഭാഷയിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ള ഭാഷയാണെന്ന് പറയുന്നത്? സാൻസ്ക്രിറ്റ് ഭാഷയിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ളതാണെന്നാ പറയുന്നത്. Early Sanskrit texts suggest that people of Bengal did not speak Sanskritic languages. ഓക്കെ, പക്ഷെ സാൻസ്ക്രിറ്റ് ടെസ്റ്റുകൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാൻസ്ക്രിറ്റ് ലാംഗ്വേജസ് ബംഗാളിലെ ആൾക്കാർ സംസാരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഓക്കെ, how then did the new language emerge? അല്ലെ, അപ്പം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, സാൻസ്ക്രിറ്റിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് ബംഗാളിലുള്ള ആൾക്കാർ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് സംസാരിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഒരു ബംഗാളിക്ക് ഒരു സാൻസ്ക്രിറ്റ് ഭാഷയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഡെറിവേഷൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാനും വേണ്ടി പറ്റുന്നത്. സോ from the 4th-3rd centuries BCE, commercial began to develop between Bengal and Magadha. എങ്ങനെയാണ് ആ ഒരു ഭാഷ പിന്നെ അവിടെ വന്നിട്ടുള്ളത് അല്ലെ? സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ബംഗാളിയിലുള്ള ആൾക്കാർ സംസ്കൃതം സംസാരിച്ചിട്ടില്ല എന്ന്. പക്ഷെ ബംഗാളി ലാംഗ്വേജിന് ഒരു സാൻസ്ക്രിറ്റ് ഫോം ഡെറൈവ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറാണുള്ളതാണ്. അപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4th-3rd century BCE അല്ലെ, മഗധയും ബംഗാളും തമ്മിൽ ഒരു കൊമേഴ്ഷ്യൽ ഒരു ബന്ധം വരാൻ തുടങ്ങി. അത് മഗധ എന്ന് പറയുന്നത് ഇന്നത്തെ സൗത്ത് ബീഹാറിലുള്ള ഒരു സ്ഥലമാണ്. which may have led to growing influence of Sanskrit. അപ്പം ആ ഒരു ബന്ധം അല്ലെ, ഒരു കൊമേഴ്ഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു മഗധയും ഈ പറഞ്ഞിരിക്കുന്ന ബംഗാളിയും തമ്മില്. സോ ബംഗാളും തമ്മില് ആ ഒരു കണക്ഷൻ. അപ്പൊ അതുകൊണ്ട് അവരിലേക്ക്, ഈ ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ ഒരു സംസ്കൃതത്തിന്റെ ഒരു ടച്ച് വന്നതായിരിക്കാം എന്നാണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ അല്ലാതെ അവര് ഡയറക്റ്റ് ആയിട്ട് സംസ്കൃതം സംസാരിച്ചിട്ടില്ല ബംഗാളിലുള്ള ആൾക്കാർ, അങ്ങനെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിൽ നമുക്ക് റെഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. During the 4th century, the Gupta rulers established political control over North Bengal and began to settle Brahmanas in this area. എന്താണ് 4th സെഞ്ചുറിയില് ഗുപ്ത റൂളേഴ്സ് അല്ലെ, ഗുപ്ത വംശത്തിലുള്ള ആൾക്കാര് എന്ത് ചെയ്തു, അവിടെ ഒരു പൊളിറ്റിക്കൽ കൺട്രോള്, നോർത്ത് ബംഗാൾ റീജിയനിൽ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ കൊണ്ടുവന്നിട്ട് അവിടെ ബ്രാഹ്മണാസിനെ വന്നിട്ട് താമസിപ്പിച്ചു. Thus, the linguistic and cultural influence from the mid-Ganga Valley becomes stronger. In the 7th century, the Chinese traveler Xuanzang observed that languages related to Sanskrit were in use all over Bengal. അപ്പം ഇവിടെ എന്താ പറയുന്നത്, സ്വാൻസാങ് എന്താണ്, ബംഗാൾ റീജിയനിൽ സംസാരിക്കുന്ന ഭാഷകളെല്ലാം സാൻസ്ക്രിറ്റുമായിട്ടൊരു റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ 2 ഇൻസിഡന്റ് അതിന് മുമ്പേ നടന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നോർത്ത് ബംഗാളില് ബ്രാഹ്മണാസിനെ സെറ്റിൽ ചെയ്തു, അതുപോലെ തന്നെ എന്താണ് മഗധയുമായിട്ടുള്ള ഒരു കച്ചവട ബന്ധം അല്ലെ. So, from the 8th century, Bengal became the center of regional kingdom under the Palas. Between the 14th and 16th centuries, Bengal was ruled by sultans who were independent of the rulers in Delhi.
ആൻഡ് അപ്പൊ ഡൽഹി റൂളേഴ്സുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത സുൽത്താൻ വംശം എന്ത് ചെയ്തു, ഇവിടെ റൂൾ ചെയ്തു. And in 1586, 1586, when Akbar conquered Bengal, it formed the nucleus of the Bengal Suba. While Persian was the language of administration, Bengali developed as the regional language. അപ്പം ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് അല്ലെ, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് പേർഷ്യൻ ആയിരുന്നു. പക്ഷെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് വന്നിട്ടുള്ള ഭാഷ ഏതായിരുന്നു, ബംഗാളി ആയിരുന്നു. അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഷ. In fact, by the 15th century, the Bengali group of dialects came to be united by the common literacy language based on the spoken language of the western part of the region, now known as West Bengal. അല്ലെ, നമ്മളിപ്പം ബംഗാളില് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്ഥലം വന്നിട്ടില്ലേ, അത് വന്നിട്ടുള്ളത് ഈ ഒരു അല്ലെ 15th century. The Bengali group dialects came to be united by a common literacy language. അല്ലെ, ബംഗാളി ഗ്രൂപ്പിനെ ഒരു യൂണിറ്റി അല്ലെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ്ഡ് ഓൺ ദി സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ റീജിയൻ. ആ ഒരു വെസ്റ്റേൺ പാർട്ടില് ഭാഷ അല്ലെ സെയിം ഭാഷ സംസാരിച്ചിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് യൂണിഫിക്കേഷൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Thus, although Bengali is derived from Sanskrit, it passed through several stages of evolution. അപ്പൊ അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞത്. ബംഗാളി എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ പോലും അല്ലെ ഒത്തിരി സ്റ്റേജസ് ഓഫ് എവല്യൂഷനിലൂടെ കടന്നു പോയിട്ടാണ് ആ ഒരു ഭാഷയായിട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഒത്തിരി ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, സാൻസ്ക്രിറ്റിന്റെ ഇൻഫ്ലുവൻസ് വരാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, also a wide range of non-Sanskrit words അല്ലെ. അതുപോലെ തന്നെ കംപ്ലീറ്റ് അപ്പൊ ബംഗാളി എന്ന് പറയുന്നത് ഫുള്ള് സാൻസ്ക്രിറ്റ് ആണെന്നുണ്ടെങ്കിൽ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഷ വേണ്ടല്ലോ. അപ്പം ഇതിൽ നിന്നും സാൻസ്ക്രിറ്റിൽ നിന്നും ഒത്തിരി വേർഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ സാൻസ്ക്രിറ്റ് വേർഡ്സും ഉണ്ട്. So, a wide range of non-Sanskrit words derived from a variety of sources including tribal languages and Persian അല്ലെ, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഭാഷയാണ് Persian, and European languages have become part of modern Bengali. അപ്പം ഇന്ന് കാണുന്ന ബംഗാളി എന്ന് പറയുന്ന ഭാഷ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് മാത്രമല്ല അല്ലെ, ട്രൈബ്സിന്റെ ലാംഗ്വേജസ്, അതുപോലെ തന്നെ പേർഷ്യൻ ലാംഗ്വേജസ്, യൂറോപ്യൻ ലാംഗ്വേജസ് എല്ലാത്തിന്റെ ഒരു അല്ലെ അതിന്റെ എല്ലാം ഒരു ഔട്ട്കം എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്, ഇന്ന് സംസാരിക്കുന്ന ഏതാ ബംഗാളി എന്ന് പറയുന്ന മോഡേൺ ബംഗാളി ഭാഷ അല്ലെ അത് വന്നിട്ടുള്ളത്. Early Bengali literature may be divided into two categories, one adapted to Sanskrit and the other independent of it. അപ്പം ഏർലി ബംഗാളി ലിറ്ററേച്ചേഴ്സ് രണ്ട് കാറ്റഗറി ആയിട്ട്, ഒന്ന് എന്താ സാൻസ്ക്രിറ്റ് ഭാഷയായിട്ട് ബന്ധമുള്ളത് അല്ലെ, ഇൻഡപ്റ്റഡ് ടു സാൻസ്ക്രിറ്റ്. ഒന്നെന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ഭാഷയായിട്ട് ബന്ധം ഇല്ലാത്തത്. അങ്ങനെ നമുക്ക് ഏർലി ലിറ്ററേച്ചേഴ്സ് ബംഗാളി ലിറ്ററേച്ചേഴ്സ് നോക്കും, നമുക്ക് രണ്ട് ലാംഗ്വേജിന്റെ ഒരു ബംഗാളി ലാംഗ്വേജസിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ഇൻക്ലൂഡ് ഏതാണ്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡപ്റ്റഡ് ടു സാൻസ്ക്രിറ്റ് അല്ലെ. The first include translations of the Sanskrit epics, the Mangala Kavyas, literally auspicious poems dealing with local deities അല്ലെ, മംഗള കാവ്യാസിൽ അല്ലെ സാൻസ്ക്രിറ്റുമായിട്ടുള്ള ഒരു ബന്ധം കാണിക്കുന്നത്. ആൻഡ് ഭക്തി ലിറ്ററേച്ചർ, മംഗള കാവ്യാസും ഭക്തി ലിറ്ററേച്ചേഴ്സും such as the biographies of Chaitanya Deva, the leader of the Vaishnava Bhakti movement. അപ്പം വൈഷ്ണവ ഭക്തി മൂവ്മെന്റിന്റെ ലീഡർ ആയിട്ടുള്ള ചൈതന്യ ദേവേന്റെ ബയോഗ്രഫി, അങ്ങനത്തെ ഭക്തി ലിറ്ററേച്ചേഴ്സിലൊക്കെ കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞിട്ടുള്ള സംസ്കൃത ഭാഷയായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ബംഗാളി ലാംഗ്വേജിനാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സെക്കൻഡ് ഇൻക്ലൂഡ് നാത്ത് ലിറ്ററേച്ചർ. നാത്ത് ലിറ്ററേച്ചറിൽ ഏതാ വരുന്നത്, സോങ്സ് ഓഫ് മാന്യമതി ആൻഡ് ഗോപി ചന്ദ്ര,
stories concerning the worship of Dharma Thakur and fairy tales, folk tales, ballads. ഇതൊക്കെ എന്താണ് സാൻസ്ക്രിറ്റ് ഭാഷയായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ രണ്ട് തരത്തിലുള്ള ബംഗാളി ഭാഷയുടെ ഏർലി ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള മംഗള കാവ്യാസ് അതുപോലെ തന്നെ ഭക്തി ലിറ്ററേച്ചേഴ്സ് ഒക്കെ സാൻസ്ക്രിറ്റ് ടച്ച് ഉള്ള ഭാഷകളാണ്, അല്ലെങ്കിൽ ബുക്സ് ആണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആണ്. ഇനി രണ്ടാമത്തെ നാത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാന്യമതി, ഈ ഗോപി ചന്ദ്ര എന്നൊക്കെ പറയുന്നത് സാൻസ്ക്രിറ്റ് ഭാഷയായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ലിറ്ററേച്ചേഴ്സ് ആണ്. ആൻഡ് the texts belonging to the first category are easier to date, as several manuscripts have been found indicating that they were composed between late 15th and mid 18th centuries. അപ്പം സാൻസ്ക്രിറ്റ് ഭാഷയിൽ നിന്നും ഡെറൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഡേറ്റ് കറക്റ്റ് ടൈം പീരീഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെവറൽ മാനുസ്ക്രിപ്റ്റ്സിലൊക്കെ അതിന്റെ ആ ഒരു കമ്പോസ് ചെയ്തിട്ടുള്ള ടൈം പീരീഡ് അതിനകത്ത് അവർ പറയുന്നുണ്ട്. ബിറ്റ്വീൻ ലേറ്റ് 15th ആൻഡ് മിഡ് 18th സെഞ്ചുറീസിലാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. Those belonging to the second category circulated orally. എന്താണ് രണ്ടാമത് സാൻസ്ക്രിറ്റ് ഭാഷയായിട്ട് അത്ര കണക്ഷൻ ഒന്നും ഇല്ലാത്തത് അത് ഓറലി പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് പ്രിസൈസ് ആയിട്ട് അത് എപ്പം ഏത് കാലഘട്ടത്തിലാണ് അവര് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭാഷയാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നിലനിന്നിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രയാസമുണ്ട് അല്ലെ. കാരണം ഒരു വായ്ത്താരിയിട്ട് അല്ലെ ഓറലി ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഒന്നും ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. And they were particularly popular in Eastern Bengal, where the influence of Brahmanas were relatively weak. അല്ലെ, അപ്പൊ ബ്രാഹ്മണാസ് സെറ്റിൽ ആയി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് അവിടെ ഒരു സാൻസ്ക്രിറ്റ് ടച്ച് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഈ ഈസ്റ്റേൺ ബംഗാളിലാണെങ്കിൽ അവിടെ ബ്രാഹ്മണാസിന്റെ പ്രസൻസ് ഒക്കെ വളരെ വീക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബംഗാളി ഭാഷ അല്ലെ, അവിടെ ഈസ്റ്റേൺ ബംഗാളിൽ ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ള ബംഗാളി ഭാഷയ്ക്ക് എന്താണ് സാൻസ്ക്രിറ്റ് ടച്ച് അധികം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ അതാണ് ഈസ്റ്റേൺ ബംഗാളില് അത് ഓറലി വന്നിട്ടുള്ളതാണ്. ആൻഡ് നമുക്ക് അതിന്റെ ഡേറ്റ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിസൈസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാന്യമതി, ഗോപി ചന്ദ്ര ആൻഡ് ധർമ്മ തക്കൂർ അല്ലെ. നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ, ഇതിലെല്ലാം എന്താ സാൻസ്ക്രിറ്റായിട്ട് വലിയ ടച്ച് ഇല്ലാത്ത ലിറ്ററേച്ചേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ അവിടെ നമ്മൾ പറഞ്ഞ ടേംസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മാന്യമതി, ഗോപി ചന്ദ്ര ആൻഡ് ധർമ്മ തക്കൂർ. The nuts were ascetics who engaged in a variety of yogic practices. അപ്പം ഈ നത്ത് എന്ന് പറയുന്ന ആൾക്കാര് എന്തായിരുന്നു, യോഗിക് പ്രാക്ടീസസ് അല്ലെ, യോഗ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. And this particular song, which was often enacted, described how Manyamati, a queen, encouraged her son Gopi Chandra. മാന്യമതി എന്ന് പറയുന്ന ഒരു ക്യൂന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സൺ ആയിട്ടുള്ള ഗോപി ചന്ദ്രന് ടു അഡോപ്റ്റ് ദി path of asceticism in the face of a variety of obstacles. അല്ലെ, ഒത്തിരി ആ കുട്ടീനെ എന്ത് ചെയ്യാ, അസറ്റിസിസത്തിന്റെ പാത്ത് അല്ലെ, ഒരു സ്പിരിച്വൽ അല്ലെ യോഗിക് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു സ്പിരിച്വൽ പാത്വേ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ എൻകറേജ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പോയമാണ്. ആൻഡ് ധർമ്മ തക്കൂർ ആസ് എ പോപ്പുലർ റീജിയണൽ ഡീറ്റി. ഇനി ധർമ്മ തക്കൂർ എന്നും അപ്പൊ മാന്യമതിയുടെ സൺ ആയിട്ടുള്ള ഗോപി ചന്ദ്ര പറഞ്ഞു. ആൻഡ് ധർമ്മ തക്കൂർ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ റീജിയണൽ ഡീറ്റി ആണ്, ഓഫൺ വർഷിപ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോൺ അല്ലെ, ഒരു കല്ലിന്റെ ഫോമിലൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ഒരു റീജിയണൽ ഡീറ്റി ആണ്. ഒരു പീസ് ഓഫ് ഫുഡ് അല്ലെ, ഒരു കല്ല് കഷ്ണം ഒരു തടി കഷ്ണത്തിലേക്ക് നമ്മൾ ദൈവമായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ദേവതയായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുന്ന വർഷിപ്പ് ചെയ്യുന്ന അതാണ് എന്ത് ധർമ്മ തക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, ബംഗാളി ഭാഷയെ പറ്റിയിട്ടായിരുന്നു അല്ലെ, ബംഗാളി എന്ന് പറയുന്ന ലാംഗ്വേജ് അതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ
എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മക്കളെ? എ ക്ലോസർ ലുക്ക് ബംഗാൾ, ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ് അല്ലെ. അപ്പം ബംഗാൾ എന്ന് പറയുന്ന ഒരു ഭാഷ സാൻസ്ക്രിറ്റിൽ നിന്നും സാൻസ്ക്രിറ്റ് വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ബുക്കിലൊന്നും ബംഗാളിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ സാൻസ്ക്രിറ്റ് മിക്സ്ഡ് ആയിരുന്നു എന്നുള്ള റെഫറൻസസ് ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങൾ അല്ലെ, ബംഗാളും മഗധയും തമ്മിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണാസ് അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം ഈ ഗുപ്ത റൂളേഴ്സ് ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് അത് കാരണം അല്ലെ ബ്രാഹ്മണാസിന്റെ അടുത്ത് നിന്ന് കുറച്ച് സാൻസ്ക്രിറ്റ് ടച്ച് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ ബംഗാൾ എന്ന് പറയുന്ന ഭാഷയിൽ സാൻസ്ക്രിറ്റിന്റെ ടച്ച് ഉള്ള വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് തരത്തിലാണ് നമ്മൾ ബംഗാൾ ലിറ്ററേച്ചറിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇൻഡപ്റ്റഡ് ടു സാൻസ്ക്രിറ്റ്, വേറൊന്നെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് സാൻസ്ക്രിറ്റ്. അപ്പൊ സാൻസ്ക്രിറ്റുമായിട്ട് ഇൻഡപ്റ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്ന മംഗള കാവ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ ഭക്തി ലിറ്ററേച്ചർ ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിനകത്ത് മാന്യമതി നമ്മൾ പറഞ്ഞു, ഗോപിചന്ദ്ര, ആൻഡ് അതുപോലെ തന്നെ സ്റ്റോറീസ് കൺസേണിങ് ടു ദ വർഷിപ്പ് ഓഫ് ധർമ്മ തക്കൂർ. അപ്പൊ അതുപോലെ തന്നെ ഫോക്ക് ടെയിൽസും ഒക്കെ വരുന്നത് ഈ സാൻസ്ക്രിറ്റുമായിട്ട് ടച്ച് ഇല്ലാത്തത് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. ആൻഡ് എന്താണ് ഈ മാന്യമതി, എന്താണ് ഗോപിചന്ദ്ര എന്താന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ധർമ്മ തക്കൂർ എന്ന് പറയുന്ന ഒരു ഡീറ്റി ആയിരുന്നു അല്ലെ, റീജിയണൽ ഡീറ്റി ആയിരുന്നു. സ്റ്റോൺ ഒക്കെ പോലെ അല്ലെങ്കിൽ വുഡ് പീസ് ഒക്കെ ആയിട്ട് ആൾക്കാർ വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റീജിയണൽ ഡീറ്റി ആയിരുന്നു ധർമ്മ തക്കൂർ എന്നും നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.